ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. രാവിലെ തന്നെ കുളി കഴിഞ്ഞ് നമ്മൾ വിളക്ക് വെച്ചിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എപ്പോഴും പറയുന്ന പോലെ തന്നെ രാവിലത്തെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിച്ചണിൽ കയറുകയാണെങ്കിൽ ഒരുപാട് പണികൾ തീർന്ന പോലെ തോന്നാറുണ്ട് കേട്ടോ. മറ്റേത് എല്ലാ പണികളും അവിടെ പെൻഡിങ് ആണ്, ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ഫീലാവും. അതുകൊണ്ട് തന്നെ മിക്ക ദിവസങ്ങളിലും കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ കിച്ചണിൽ കയറാൻ വേണ്ടിയിട്ട് നോക്കാറ്. ചില ദിവസങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ബാത്റൂം ക്ലീനിങ് ബാക്കി പുറത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ രാവിലെ കുളിക്കാറുമില്ല, പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ചെയ്യാറ് കേട്ടോ. മിക്ക ദിവസങ്ങളിലും രാവിലെ കുളിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങൂട്ട വിളക്ക് വെച്ചിട്ട് അന്നത്തെ ഒരു ദിവസം പ്രത്യേക ഒരു പോസിറ്റീവ് വൈബും പോസിറ്റീവ് എനർജി ആയിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല അതേ ദിവസങ്ങളിലും. അങ്ങനെ രാവിലെ എണീറ്റു. ഇന്നിപ്പോൾ കുട്ടികൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മെല്ലെ മതി കാര്യങ്ങളൊക്കെ, ഇത്ര ധൃതിയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് ഒരു കാര്യം കൂടെ ഉള്ള ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിയാണ് കേട്ടോ. ഭഗവാൻ ജനിച്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണ ജയന്തി കഴിഞ്ഞിട്ടുള്ള വ്ളോഗാണ്. അതുകൊണ്ട് പിന്നെ ആശംസകൾ നേർന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. തലേ ദിവസത്തെ വ്ളോഗാണ് ഇന്നാണ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് നമുക്ക് ഇന്ന് അമ്പലത്തിലും കൂടെ പോകണം, ഭഗവാനെ ഒന്ന് കണ്ട് തൊഴയും കൂടെ വേണം എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുളി കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്നും ഇങ്ങോട്ട് റെഡി ആക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് അമ്പലം കുറച്ച് നേരം വൈകിയോളം ഉണ്ടാവും പൂജയും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് രാവിലെ തന്നെ ഓടിപ്പടഞ്ഞ് പോയിട്ട് കാര്യമില്ല. നമ്മൾ പാൽപ്പായസം വഴിപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ 9:30 9:45 ആവും. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ എത്തിയാൽ മതി. അപ്പോൾ കാലത്ത് എണീറ്റ് കുളി കഴിഞ്ഞ് നേരെ കിച്ചണിൽ കയറിയിട്ട് നമ്മുടെ കുന്തിരിക്കം അങ്ങോട്ട് കത്തിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ദിവസമാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ ഗുരുവായൂരൊക്കെ പോവുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഇതുവരെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഗുരുവായൂരിൽ പോയിട്ടില്ല കേട്ടോ. അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പോയിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ അതൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ അവിടെയൊക്കെ എല്ലാ കൊല്ലങ്ങളിലും ഇപ്പോൾ എൻ്റെ വീടിൻ്റെ സ്ഥലത്ത് അവിടെയൊക്കെ ആണെങ്കിൽ കുട്ടികളൊക്കെ വേഷം കെട്ടിച്ച് കൃഷ്ണൻ്റെ രാധയൊക്കെ കെട്ടിച്ചിട്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഷാജേട്ടനൊക്കെ ഇതിൻ്റെ മെയിൻ ഘോഷയാത്രയുടെ കൂടെ നാമം ചൊല്ലി ഭജന പാടിയിട്ടൊക്കെ ഷാജേട്ടൻ ഭയങ്കര ഗെയിമായിട്ട് ആഘോഷമായിട്ട് കൊണ്ട് നടക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അതൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് മടിയാണ്. എന്താ വെച്ചാൽ കിലോമീറ്റർ കണക്കിന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഘോഷയാത്രയുടെ കൂടെ നടക്കേണ്ട മടിക്ക് ഞാനൊക്കെ അതൊന്ന് സ്കിപ്പ് അടിക്കാറുണ്ട് കേട്ടോ. ഷാജേട്ടൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഭയങ്കരമായിട്ട് ഉഷാറാണ്. ഈ കൊണ്ടുപോകാനും ഈ പറഞ്ഞ പോലെ കുട്ടികളെ ഒരുക്കാനും ഈ വക കാര്യത്തിനൊക്കെ ആൾക്ക് നല്ല ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഭജന കാര്യങ്ങളൊക്കെ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ രാവിലെ അമ്പലത്തിൽ മാത്രമേ പോകണുള്ളൂ. ഘോഷയാത്രയും കാര്യങ്ങളൊന്നും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റില്ല. ഒന്നാമത് പൂജയ്ക്ക് പോകാൻ പറ്റില്ല അമ്പലത്തിലേക്ക്. അതുകൊണ്ട് തന്നെ വൈകിട്ട് ഞങ്ങൾ പോയിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പാടല്ലേ, കുറേ നേരം വൈകില്ലേ. അതുകൊണ്ട് രാവിലെ പോയിട്ട് എന്തായാലും തൊഴണം. അതിന് വേണ്ടിയിട്ട് വേഗം നമ്മുടെ പരിപാടിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇന്ന് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് കടലക്കറിയാണ്. അതിന് വേണ്ടി കടലൊക്കെ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊട്ടറ്റോ, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, സവാള അതൊക്കെ അരിയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് അമ്പലത്തിലേക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പോയി വന്നതിൻ്റെ ശേഷം ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും കുട്ടികൾക്ക് വിശക്കില്ലേ. പിന്നെ ഈ സമയമൊക്കെ ഇത്രയും കിടക്കുകയാണ്. രാവിലെ നേരത്തെ അല്ലേ, നേരത്തെ വെച്ചാൽ പുലർച്ചെ ഒന്നല്ല, ഞാൻ നീക്കുമ്പോൾ തന്നെ 7 മണി ആയിട്ടുണ്ടായിരുന്നു. 6:50 കഴിഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 7 7:30 ആയിട്ടുണ്ടായിരുന്നു കിച്ചണിൽ കയറിയപ്പോൾ. അപ്പോൾ കടലക്കറി ഇങ്ങോട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം വന്ന് പുട്ടുണ്ടാക്കിയാൽ മതിയല്ലോ എന്നുള്ള ധാരണയിലാണ് ഞാൻ. ആ സമയം അത്രയും നേരം വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം അതങ്ങോട്ട് സെറ്റാക്കാം കേട്ടോ. പിന്നെ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ കുട്ടികൾക്ക് പ്രത്യേക ഒരു വിശപ്പായിരിക്കും. ഒന്നും ആയിട്ടില്ലെങ്കിൽ പ്രത്യേക ഒരു വിശപ്പായിരിക്കും. എല്ലാം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും വേണ്ടേരും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതാ കഷ്ണങ്ങളാക്കി, സവാളയൊക്കെ തൊലി കളഞ്ഞൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് കഷ്ണങ്ങളാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഇനി വേഗം നമുക്ക് സിമ്പിളായിട്ടൊരു തട്ടിക്കൂട്ട് എന്താ പറയുക കടലക്കറി ഉണ്ടാക്കാം. തട്ടിക്കൂട്ടൊന്നുമല്ല കേട്ടോ, അടിപൊളി നല്ല ടേസ്റ്റുള്ള കറിയാണേ. അപ്പോൾ അതുകൊണ്ട് എല്ലാ വക കാര്യങ്ങളും നുറുക്കി വെച്ചിട്ടുണ്ട്. ഈ തക്കാളിൻ്റെ ഒരു വീക്ക്നെസ്സാണ് മക്കളെ. ഞാനത് കണ്ടു കഴിഞ്ഞാൽ അപ്പം കഴിക്കും. തക്കാളി പഞ്ചസാര ഇട്ട് കഴിക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ്. പഴുത്ത ഉണ്ടൊക്കെ തക്കാളിയായിരുന്നു, അതൊരു പീസിൻ്റെ വായിൽ പോയിട്ടുണ്ട്. പാതി കരിഞ്ഞ് പെരുക്കി വെച്ചു. ഇനി കുക്കർ എടുത്തിട്ട് നമുക്ക് കടല അതിലേക്ക് കഴുകാൻ വേണ്ടിയിട്ട് ഇടാം കേട്ടോ. അങ്ങനെ കടലൊക്കെ ഇട്ട് കൊടുത്തിട്ട് 2-3-4 പ്രാവശ്യം അങ്ങോട്ട് കഴുകി എടുക്കുക കേട്ടോ. തലേ ദിവസം ഇട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തോളും. ഇത് ഞാൻ നേരത്തെ കാലത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ മറന്നു പോകും മിക്കതും കേട്ടോ. പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ രാത്രിയിൽ എല്ലാ കാര്യം കഴിഞ്ഞതിൻ്റെ ശേഷം വെള്ളത്തിലിടാനുള്ള ഈ പറഞ്ഞ പോലെ കടലായിക്കോട്ടെ അരിയായിക്കോട്ടെ അതൊക്കെ ഞാൻ വിട്ടുപോകും. അതുകൊണ്ട് എപ്പോഴാണ് ഓർമ്മ കിട്ടുന്നത് അത് വേഗം അങ്ങോട്ട് കൈയോടെ ചെയ്യും. ഇല്ലെങ്കിൽ പിന്നെ ആ പാത്രങ്ങളൊക്കെ അവിടെ അങ്ങോട്ട് ഇറക്കി വെക്കും. അതാകുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവും ഇത് ചെയ്യണമല്ലോ എന്നുള്ളത് കേട്ടോ. അങ്ങനെ കടലൊക്കെ കഴുകി പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങും തക്കാളിയും പച്ചമുളകും സവാള അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് പാകത്തിന് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേവാൻ വേണ്ടിയിട്ട് കുക്കറിൽ അങ്ങോട്ട് ഇതാ സ്റ്റെവിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ട് ആ ഇരിക്കുന്ന ഒരു പാത്രങ്ങളാണെങ്കിൽ അത് കൈയോടെ അപ്പം അങ്ങോട്ട് കഴുകി വെച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാണ്. അവിടെ അങ്ങനെ വേസ്റ്റും കാര്യങ്ങളൊന്നും കാണാൻ എനിക്ക് പറ്റില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തോ അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് കൈയോട് കൂടെ അത് അങ്ങനെ അപ്പടി ഇങ്ങോട്ട് വൃത്തിയാക്കി വെച്ചാൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ടും നല്ല രസമാണ്. അവിടെ അങ്ങോട്ട് നീറ്റായി നിൽക്കുകയും ചെയ്യും. പിന്നെ ഇത് നമ്മുടെ ഒരു ഡെയിലി റൊട്ടീൻ പോലെ നമ്മുടെ കൈ അങ്ങനെ
അനിയത്തിയെല്ലാം ആ ഒരു ലെവലിൽ ചെയ്യും. അതങ്ങനെ ചെയ്ത് വന്ന് ശീലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങനെ കയ്യെന്നെ അങ്ങോട്ട് ചെയ്തോളും. അതുപോലെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. 2 പാത്രങ്ങളുള്ളത് കഴുകി അങ്ങോട്ട് വെച്ചു. ഇനി നമുക്ക് അത് വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നാളികേരമാണ് ഈ തപ്പിയോണ്ടിരിക്കുന്നത്. നാളികേരം നമ്മുടെ ഇവിടെ നല്ല പഞ്ഞാണെന്ന് ഞാൻ പറയാറില്ലേ, പൈസ കൊടുത്തിട്ടാണ് വാങ്ങാറ്. ചേച്ചി 2 നാളികേരം തന്നതുകൊണ്ട് ഈറ്റി പെറുക്കി ഞാനതിങ്ങനെ പിശുക്കി എടുക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു അരമുറിയുടെ ഞാൻ അന്ന് എടുത്തതിൻ്റെ ഒരു മുറിയുടെ അരമുറി ഞാൻ വേറെ എന്തെങ്കിലും എടുത്തിരുന്നു. പിന്നെ അതിൻ്റെ ബാക്കിയായിരിക്കണുള്ളൂ. അപ്പോൾ അത് തികയില്ല. അപ്പോൾ ഞാൻ എന്താക്കിച്ചാൽ ഒരു നാളികേരം കൂടെ എടുത്തു. ലാസ്റ്റ് ഇത് കഴിഞ്ഞു കേട്ടോ. ഇനി വേണമെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കണം. വീട്ടിലിപ്പോൾ ഈ പറഞ്ഞ പോലെ നാളികേരം കിട്ടാൻ വേണ്ടിയിട്ടില്ല കേട്ടോ, ഇടാൻ വേണ്ടിയിട്ടും ഇല്ല. ഒക്കെ കൂടെ കൊട്ടത്തേങ്ങയൊക്കെ ആയിട്ടാണ് വീഴുന്നത്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് അമ്മ തന്നയച്ചായിരുന്നു കേട്ടോ. ഈ ഒരു നാളികേരം പൊട്ടിച്ച് അതിൻ്റെ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു മനസ്സംതൃപ്തി പോലെയാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് നാളികേര വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. ചിലത് വായിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ മാട്ട തുപ്പാൻ തോന്നും, അത്രയും പൊട്ടയായിരിക്കും വെള്ളം. ഇതെന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ നമ്മൾ ചിരവൊക്കെ കഴുകിയിട്ട് ചിരകാൻ വേണ്ടിയിട്ട് എടുക്കുക. കുറച്ച് മതി വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ പുട്ടിലിക്കും കൂടെ വേണം. അതുകൊണ്ട് പിന്നെ ഈ ഒരു മുറിയും മറ്റേൻ്റെ ഒരു 1/4 മുറിയോളം കൂടെ എടുക്കേണ്ടി വരും. പുട്ടിലിക്കും വേണം, വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ടും വേണം. അപ്പോൾ അതുള്ളതൊക്കെ ചിരകി അതങ്ങോട്ട് മാറ്റി വെച്ചു. നമ്മുടെ ചിരവ കയ്യോടെ കഴുകിയിട്ട് അങ്ങോട്ട് തൂക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങോട്ട് വെള്ളം തോർന്ന് അതങ്ങോട്ട് റെഡി ആയിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് 2-3 വെളുത്തുള്ളി, ഗ്രാമ്പൂ, പട്ട, ഏലയ്ക്ക, പിന്നെ ചെറുള്ളി, പിന്നെ വേപ്പില എല്ലാം കൂടെ എടുത്തിട്ട് അത് അങ്ങോട്ട് എണ്ണയിലേക്ക് ഇട്ട് പൊട്ടണ സമയം കൊണ്ട് പെരിഞ്ജീരകവും ഉണ്ട് കേട്ടോ, നാളികേരം കൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ പെരിഞ്ജീരകം, ഗ്രാമ്പൂ, പട്ട, ഏലയ്ക്ക, ചെറുള്ളി, വെളുത്തുള്ളി, പിന്നെ വേപ്പില ഇതെല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചിട്ട് നമ്മുടെ വേപ്പിലയും കൂടെ അത് നാളികേരം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കും. ഇതൊക്കെ നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് കേട്ടോ, എത്രയാണോ നമ്മുടെ ക്വാണ്ടിറ്റി എടുക്കണം അതിനനുസരിച്ച്. ഞാൻ പിന്നെ ഒരു അളവിനാണ് എടുത്തിട്ടുള്ളത്. പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതങ്ങോട്ട് ഓഫ് ചെയ്ത് വെച്ചു. ഇനി ആ ഒരു നാളികേരം തണുക്കട്ടെ. വറുത്തരവ് നമ്മൾ വറുത്ത് വെച്ചിട്ടില്ലേ, അത് തണുത്തിട്ട് വെള്ളം അരയ്ക്കാൻ. ആ സമയം കൊണ്ട് പുട്ടുപൊടി കുതിർത്താൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ടിട്ട് ഇതാ വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. എപ്പോഴും പറയണ പോലെ ഇപ്പോൾ ഒക്കെ പുട്ടുപൊടിയിൽ എത്ര വെള്ളം ഒഴിച്ചാലും അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് അങ്ങോട്ട് അബ്സോർവ് ആയിട്ട് പാകത്തിനായിക്കോളും. അതുകൊണ്ട് ആ ടെൻഷനൊന്നുമില്ല. ചെറുതിലൊക്കെ ആയിരുന്നു എനിക്ക് വലിയ പാട് ഈ പുട്ട്. ഞാൻ എപ്പോഴും പറയാറില്ല, എനിക്ക് പുട്ട് കുതിർത്തുമ്പോൾ എപ്പോഴും ആ ഒരു പണ്ടത്തെ സമയമാണ് ഓർമ്മ വരിക കേട്ടോ. എത്ര നേരം മെനക്കെട്ടിട്ട് അറിയാം, പേടിച്ചിട്ടൊക്കെ ഉപ്പ് കൂടുമോ വെള്ളം കൂടുമോ എന്നൊക്കെ. ഇപ്പോൾ ആ ടെൻഷനൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നാളികേരം വറുത്തരവിൻ്റെ ചൂടൊക്കെ മാറി. ഇനി നമുക്ക് മിക്സിയിലിട്ടിട്ട് അങ്ങോട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് അതിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വെള്ളം കൂടെ പാകത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിലേ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് ഇനിയിപ്പോൾ കുറച്ച് നേരം വൈകിയാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. വരുമ്പോഴേക്കും നമുക്ക് വേഗം പിള്ളേർക്ക് ചായയും കടിയും നമുക്കാണെങ്കിലും രാവിലത്തെ അങ്ങോട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാവും. മറ്റേത് അമ്പലത്തിൽ നമുക്ക് ടെൻഷൻ മൊത്തം ഇതായിരിക്കും, അയ്യോ ഇനി ചെന്നിട്ട് അത് ചെയ്യണമല്ലോ ഇത് ചെയ്യണമല്ലോ എന്നുള്ളത്. ഇത് പിന്നെ ആ ടെൻഷനൊന്നും ഇല്ലാത്ത സമാധാനത്തിൽ ഭഗവാനെ തൊഴാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി നമുക്കത് നിങ്ങളുടെ മഷി പോലെ അരച്ചെടുക്കാം കേട്ടോ. അതങ്ങോട്ട് അരച്ച് മാറ്റിയിട്ട് നമുക്ക് ആ മിക്സി അങ്ങോട്ട് കയ്യോടെ താഴേക്ക് തന്നെ ഇറക്കി വയ്ക്കാം. മിക്സി ഇങ്ങനെ വെക്കുമ്പോൾ എന്താണെന്നറിയോ, മേലെ പാത്രം വെച്ചിട്ടുള്ള റേക്കില്ലേ അതിനകത്ത് നിന്ന് വെള്ളം ഇറ്റിയിട്ടാണ് തോന്നുന്നു. ഷോക്ക് ചില സമയത്ത് ചെറുതായിട്ട് ഷോക്ക് അടിക്കാറുണ്ട്. അത് പേടിച്ചിട്ട് ഞാനതൊക്കെ താഴത്തേക്കാണ് വെക്കാറ്. ഒരു പലകയുടെ മേലെ ഒരു എന്താ പറയുക, നമ്മുടെ ചപ്പാത്തി പലകയില്ലേ അതിൻ്റെ മേലേക്ക് അങ്ങോട്ട് ഇറക്കി വെക്കുക. അതുകൊണ്ട് പിന്നെ അവിടെ ആകുമ്പോൾ വെള്ളമോ കാര്യങ്ങളൊന്നും ആവില്ല. ഈ ചെറുള്ളി ഉണ്ടാക്കിയിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് കുറച്ച് ആ ഒരു കഷ്ണങ്ങളൊക്കെ വേവണ ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയം കൊണ്ട് കുറച്ച് സമയം കിട്ടിയോണ്ട് ചെറുള്ളിയും കൂടെ നേരാക്കി കഴുകിയിട്ട് കുനുകുനാന്നര അരിഞ്ഞ് വെച്ചു. ഇത് നമ്മുടെ കറി വറുത്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കിട്ടിയ ചാൻസിൽ കുറച്ച് നേരം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുക്കിങ്ങും പരിപാടിയൊന്നും നമുക്ക് അത്ര വലിയ പാടായിട്ട് തോന്നുന്നില്ല കേട്ടോ. ഇതൊന്ന് കഴിഞ്ഞ് ഒന്ന് ചെയ്യുമ്പോഴാണ് ദൈവമേ ഇതൊരു മെനക്കെട്ട പണിയാണുള്ളത്, എന്താ അടുക്കളയിൽ നിന്ന് എനിക്ക് ഇറങ്ങിപ്പോരാൻ തോന്നാത്തതെന്ന് തോന്നുന്നത്. അത് ആ കൈയോട് കൂടെ കുറച്ച് നേരമാണോ ഉള്ളത് വെച്ചാൽ ആ നേരത്ത് വെച്ചിട്ട് എന്താണോ ചെയ്ത് തീർക്കാൻ പറ്റുന്നത് വെച്ചാൽ ചെയ്ത് തീർക്കുകയാണെങ്കിൽ കിച്ചണിലെ പരിപാടിയൊക്കെ ടപ്പ എന്ന് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുക്കിംഗ് ആണ് കേട്ടോ. കുക്കിങ്ങും ആ അടുക്കളയിലുള്ള ക്ലീനിങ്ങും എനിക്കിഷ്ടമാണ്. അതോ അങ്ങനെ ഒതുക്കി വൃത്തിയില്ല, അതേപോലെ എടുത്ത സാധനങ്ങൾ എടുത്തോടത്തും തുടച്ച് അലമ്പില്ലാതെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒരു പാടുമില്ല കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കഷ്ണങ്ങളൊക്കെ വെന്തു, നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുത്തു, മിക്സി കഴുകിയിട്ട് പാകത്തിന് വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് നമ്മുടെ കറി ലൂസാക്കിയിട്ടുണ്ട്. വല്ലാണ്ട് ലൂസും അല്ല വല്ലാണ്ട് കുറുകിയിട്ടും അല്ല. കടലക്കറി ഇതാണ് നമ്മുടെ ഒരു സ്പെഷ്യൽ കടലക്കറി എന്ന് പറയുന്നത്. സ്പെഷ്യലൊന്നുമല്ല, ഞാൻ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അരപ്പൊന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടെ അങ്ങനെ പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം അരപ്പൊക്കെ തിളച്ച് വന്ന് റെഡി ആയപ്പോൾ ഇനി നമുക്കത് വറുത്തിടാം കേട്ടോ. ചെറുള്ളിയിൽ വറുത്തിടുക, അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതിലേക്കാൾ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇതാ
നമ്മുടെ ഉള്ളി മൂക്കണ ഒരു സമയമില്ലേ, ആ സമയം കൊണ്ട് ഞാൻ എന്താക്കുക വെച്ചാൽ കുറ്റിയിൽ, നമ്മുടെ പുട്ടും കുറ്റിയിൽ പൊടി ഇടുകയാണ് കേട്ടോ. ഉതിർത്തല്ല, പുട്ടിനുള്ള പൊടി ഇട്ടുകൊണ്ടിരിക്കുക. നാളികേരം പുട്ടുപൊടി, നാളികേരം പുട്ടുപൊടി, ഇങ്ങനെ കേട്ടോ ഉതിർത്തിയ പൊടി. അപ്പുറത്ത് ഞാൻ പുട്ടിന് വെള്ളം വെച്ചിട്ടുണ്ട്. വെച്ചാൽ കുറച്ചും കൂടെ സമയം ഇരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും 8 മണി കഴിഞ്ഞിട്ടുള്ള 8:15 9:30 കഴിഞ്ഞിട്ട് നമുക്ക് അമ്പലത്തിൽ പോയാൽ മതി, 9:15 പോയാൽ മതി. അപ്പോൾ ഉള്ള സമയം കൊണ്ട് 2 കുറ്റി പുട്ടും കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർക്ക് വേഗം ചായക്ക് നമുക്ക് അമ്പലത്തിൽ നിന്ന് വന്നാൽ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ആ സമയം വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ വെള്ളം തിളച്ച സമയം കൊണ്ട് ഒരു കുറ്റി നമ്മുടെ പുട്ടിനുള്ളതും കൂടെ വെച്ച് കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയും കൂടെ മൂത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറിയുടെ വറുത്തിടലാണ്ട് കഴിഞ്ഞ പാടെ ഞാൻ വേഗം പോയി ഒന്നുകൂടെ അങ്ങോട്ട് മേലെഴുകി. എന്താ വെച്ചാൽ നമ്മൾ കിച്ചണിൽ നിന്ന് വേർത്ത് കാര്യങ്ങളൊക്കെ ആയതല്ലേ എന്ന് വിചാരിച്ചിട്ട് മേലെഴുകിയിട്ട് താൻ എൻ്റെ പുതിയ കുപ്പായാണ് കേട്ടോ. ഞാൻ തുന്നിയതാണത്. നമ്മുടെ മാക്സി ബിറ്റില്ലേ, ഓണത്തിന് ഞാൻ ഒരെണ്ണം കാണിച്ചിട്ടുണ്ടായിരുന്നു. 180 രൂപ 190 രൂപയുള്ളൂ. ഇതുകൊണ്ട് അടിപൊളിയായിട്ട് ഞാനൊരു ലേസൊക്കെ വെച്ചിട്ട് താൻ നിങ്ങൾക്ക് ഇഷ്ടമായോ നോക്കണം. കഴുത്തൊക്കെ വെച്ചിട്ട് ആ നെക്കിൻ്റെ അവിടെ ലൈസും കൊടുത്ത് കൈന് അവിടെ ഒരു ലൈസൊക്കെ കൊടുത്തിട്ട് അങ്ങനെ അടിപൊളിയായിട്ടൊരു ടോപ്പ് തുന്നിയിട്ടുണ്ട്. ഇതൊരു കരിനീല കളറിൽ വൈറ്റ് ഇങ്ങനെ പ്രിൻ്റ് ഉള്ളതാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് നേരിട്ടിട്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. വൈറ്റ് പാൻറ്റ് ഞാനന്ന് അടിച്ചുകൊണ്ട് മുതലായിട്ടോ എനിക്ക് ഒരുപാട് ഡ്രസ്സ് ഇതൊക്കെ വൈറ്റ് പ്രിൻ്റുള്ള ആയതുകൊണ്ട് ഞാനും കണ്ണൻകുട്ടി ഇന്ന് മാച്ചാണ് കേട്ടോ. ഞങ്ങൾ രണ്ടാളും കൂടെയാണ് ഇന്ന് അമ്പലത്തിൽ പോണേ. അങ്ങനെ കണ്ണൻകുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് മുണ്ടും ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അവൻ്റെ ഓണത്തിൻ്റെയാണ് കേട്ടോ കരിനീല. ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞങ്ങൾ രണ്ടാളും മാച്ചാണല്ലോ എന്നുള്ളത് മനസ്സിലായത്. ഇതാ കേൾക്കണ പാട്ടില്ലേ, അത് നമ്മുടെ അമ്പലത്തിൽ നിന്നാണ് കേട്ടോ. കണ്ടില്ലേ, പാടൊക്കെ കാണാൻ വേണ്ടി നല്ല രസമാണ്. അവിടെ ഇതാ നെല്ലൊക്കെ ഇങ്ങനെ മുളച്ച് നല്ല രസമാണെങ്കിൽ അത് കാണാൻ വേണ്ടി നല്ല ഇഷ്ടമാണ് ആ പച്ചപ്പ് കേട്ടോ. ഇങ്ങനെ മുളച്ച് വരില്ലേ ആ ഒരു ഭാഗം. ഇതിനെന്തൊക്കെയോ പറയും, അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഈ പാടത്തിൻ്റെ ഈ വരമ്പത്ത് കൂടെ പോകാമെന്ന് പറയുന്നത് എനിക്ക് വലിയ ടാസ്ക്കാണ് കേട്ടോ. ഞാൻ ചിലപ്പോൾ അത്തക്കം പിത്തക്കം ഒന്ന് വിടാറുണ്ട്. എനിക്ക് കുഞ്ഞു വരമ്പത്ത് കൂടെ പോകുമ്പോൾ പണ്ടൊക്കെ കല്യാണം കഴിച്ച് കൊണ്ടുപോയ സമയത്ത് പുറമണ്ണൂർ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് വീണിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് തത്തക്കം പിത്തക്കം വെച്ചിട്ട് പോകാൻ നല്ല വെയിലാണ് കേട്ടോ. ഈ 9:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ അടി കിട്ടിയ പോലെ വെയിലായിരിക്കും. അപ്പോൾ കുട എടുത്തിട്ടാണ് ഞാൻ പോകണം. എനിക്ക് എന്താ വെച്ചാൽ മൈഗ്രെയിൻ്റെ തലവേദന, മൈഗ്രെയിൻ ആണോന്നൊന്നും അറിയില്ല, എല്ലാവരും കൊണ്ട് പറയുന്നു അത് മൈഗ്രെയിൻ ആണെന്നുള്ളത്, തലവേദനയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇവിടെ നടന്ന് എങ്ങനെയൊക്കെയോ ഇനി ഇവിടുന്ന് നേരെ അമ്പലത്തേക്കാണ്. കുടമൊക്കെ ഇവിടുന്ന് ചുരുക്കി നമ്മൾ നേരെ അമ്പലത്തേക്ക് കയറുകയാണ് കേട്ടോ. നല്ല വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലാണ്. അമ്പലത്തിലെത്തിയപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഭഗവാനെ കയറി തൊഴുതു. പിന്നെ നേരെ ഇതാ പുറത്തൊക്കെ തൊഴുതിട്ട് അമ്പലക്കുളമൊന്നും കണ്ടു കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാ. അവിടെയൊക്കെ കണ്ട് നമ്മൾ നാഗത്തറയിലും തൊഴുതിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. തിരക്കുണ്ടെങ്കിലും കൂടെ നല്ലോണം തൊഴാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരുവിധം തിരക്കൊക്കെ രാവിലെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി വൈകുന്നേരത്തെ ഘോഷയാത്രയ്ക്കായിരിക്കും എല്ലാവരും ഉണ്ടാവുക. ഇപ്രാവശ്യം നമുക്ക് ഘോഷയാത്രയ്ക്കൊന്നും വരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് അതൊന്നും എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റിയില്ല. പിന്നെ നമ്മുടെ പാൽപ്പായസത്തിൻ്റെ ക്യൂ ആണ് ഈ നിൽക്കുന്നത്. അതും കൂടെ കിട്ടിയതിൻ്റെ ശേഷം നമുക്ക് വേഗം വീട്ടിലേക്ക് പോരാട്ടോ. തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ തിരക്കൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ അറിയുന്ന ആൾക്കാർ തന്നെയാണ്. ഈ ഒരു അമ്പലത്തിൽ വരുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. ഒന്നാമത് നമ്മുടെ എല്ലാവരും അറിയുന്നതാണ്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തോ ഒരു പ്രത്യേക ഫീലാണ് ഇവിടെ. നമ്മുടെ പച്ചേരി വിഷ്ണു ഭഗവാനെ കണ്ട് തൊഴുത് പോന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പാൽപ്പായസമൊക്കെ കിട്ടി സന്തോഷത്തിൽ ഓടി ചാടി തുള്ളി വരികയാണ് കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് ഒറ്റ ശ്വാസത്തിൽ നടന്നിട്ട് വീട്ടിലേക്ക് പോകണം. എന്നിട്ട് നമുക്ക് പുട്ടും കടലക്കറിയും കൂടെ തട്ടാൻ വേണ്ടിയിട്ടുണ്ട്. വീട്ടിലെത്തിയ പാടെ ഞങ്ങൾക്ക് കൊതി നിൽക്കാത്തതുകൊണ്ട് ഞാനും കണ്ണൻകുട്ടിയും കൂടെ പായസം എടുക്കുകയാണ് കേട്ടോ. അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ തന്നെ ഞങ്ങൾ രണ്ടാളും പറയുന്നുണ്ട് കേട്ടോ, നമുക്ക് ചെന്നപാടെ ഒരു ഗ്ലാസ് കഴിക്കാം കേട്ടോ കണ്ണൻകുട്ടി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ സമാധാനത്തിൽ കുടിക്കാം. ഇത് കണ്ടിട്ട് കുടിക്കാണ്ടിരിക്കാൻ കൊതി നിൽക്കണില്ല. അവിടെയാണെങ്കിൽ ചൂടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ വഴിക്കുന്നേ കുടിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ കണ്ണൻകുട്ടിക്കും കൊടുത്തു. ഞങ്ങൾ രണ്ടാളും കൂടെ കഴിക്കുകയാണ് കേട്ടോ. അവനും നല്ല അടിപൊളി, എന്ത് രസമാണെന്നറിയോ. പാൽപ്പായസത്തിന് പിന്നെ കാര്യം പറയണ്ടല്ലോ, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി അത് കഴിഞ്ഞ് നമ്മൾ പൂജിട്ടി കുളിക്കായിരുന്നു കേട്ടോ. ആ കുളി കഴിഞ്ഞിട്ട് അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനിനി കുളിയൊക്കെ കഴിഞ്ഞ് പിള്ളേർ വന്ന സമയം കൊണ്ട് കടലക്കറിയും പുട്ടൊക്കെ കൂടെ എടുത്ത് റെഡിയാക്കാണ്. ഒരു കുറ്റിയും കൂടെ ചൂടാൻ വേണ്ടി ഫുഡും കൂടെ ആക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് ബാക്കിയുള്ളത് കൊണ്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് കേട്ടോ. ഉള്ളത് വെച്ച് നമുക്ക് കഴിക്കാൻ അപ്പോഴേക്കും അതായിക്കോളും. എന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും കാര്യമായിട്ട് വെച്ചുന്നുണ്ടായിരുന്നു. എന്താ വെച്ചാൽ 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ കഴിക്കുന്ന സമയമാണ്. കുട്ടികൾക്ക് പോയി പറഞ്ഞ പോലെ രാവിലെ ചായയും കടിയൊക്കെ കഴിക്കുന്ന സമയമൊക്കെ സ്കൂളിലൊക്കെ ആകുമ്പോൾ നേരത്തെ ആയതുകൊണ്ടേ അവർക്കൊരു സമയമൊക്കെ ആകുമ്പോഴേക്കും വെച്ചുന്നുണ്ടായിരുന്നു. കടലക്കറിയും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് ഞങ്ങൾ പുട്ടിരുന്നിട്ട് അടിക്കട്ടെ. എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഈ കുട്ടികളൊന്നും സ്കൂളിൽ പോയ സമയത്തൊക്കെ ആണെങ്കിൽ കഴിച്ചാൽ പോകില്ല കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസമായി എനിക്കിങ്ങനെ വയ്യായിക തുടങ്ങിയിട്ട്. ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് കുഴപ്പമില്ലെങ്കിലും എനിക്ക് കാര്യമായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ BP യുടെ പ്രശ്നമുണ്ട് കേട്ടോ. ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് അങ്ങനെ ഒരു വയ്യാത്തൊരു ദിവസം. രാവിലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രാത്രി ഉറങ്ങാൻ വേണ്ടി കുറച്ച് സമയമാവുന്നുണ്ട്. രാവിലെ നേരത്തെ നീക്കണമുണ്ട്. ഉച്ചയ്ക്കാണെങ്കിൽ എനിക്ക് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് സമയം കിട്ടില്ല. എല്ലാം കൂടെ ബാലൻസ് തെറ്റിയിട്ടാണോ എന്താണെന്നറിയില്ല. മൊത്തത്തിലൊരു ക്ഷീണമയാണ് കേട്ടോ. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പൂജിട്ട് വന്നിരിക്കണേ ഉള്ളൂ കേട്ടോ. ചായയൊക്കെ കുടിച്ചു. പായസം ഞാനൊരു ലേശം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പായസം. പുട്ടും കടലക്കറിയൊക്കെ ആയിരുന്നു. കടലക്കറി അടിപൊളിയാണെന്ന് പറഞ്ഞു കേട്ടോ പിള്ളേർ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് ഇറച്ചി മീനൊന്നും മേടിക്കണില്ല എന്ന് വിചാരിച്ചു. നല്ലൊരു ദിവസമല്ല, എന്നാൽ ഇനി അങ്ങനെ പോട്ടെ, ഭഗവാന്റെ പിറന്നാളല്ലേ. അപ്പോൾ നമ്മളിന്ന് എന്തായാലും പായസമൊക്കെ വീട്ടിൽ ഞാനത് പായസം വെക്കണമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പായസം കഴിപ്പിച്ചതിനെ കൊണ്ട് ഇനി പായസമൊന്നും വെക്കണില്ല. ഉച്ചത്തേക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സാമ്പാറല്ല, കടലക്കറി കുറച്ചിരിക്കുന്നുണ്ട്. നമുക്ക് ചീര തോരൻ എന്തെങ്കിലും വെക്കാം.
ഉപ്പേരി അതൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. പൂജിട്ട് ഇതാ അവിടെ നല്ല ഉറക്കമാണ് കേട്ടോ. നല്ല ഉറക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര ഉറക്കാം. അപ്പോൾ അവിടെ ഉറങ്ങി നീക്കുമ്പോഴേക്കും ഞാനൊരു നമ്മുടെ ഉച്ചയ്ക്ക് ഇടാനുള്ള ഷോർട്സ് റെഡിയാക്കി. ഇനി വൈകുന്നേരം ഒരാളുടെ ലോങ് വീഡിയോയുടെ വോയിസും കൂടെ അങ്ങോട്ട് കൊടുക്കട്ടെ. അങ്ങനെ കുറച്ച് നേരം ആ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് അല്ലറ ചില്ലറയ്ക്ക്, അതുകൊണ്ട് അത്ര വലിയ അർജൻറ്റുള്ള കേസല്ല. കൈ ഉഴയണം കേട്ടോ, അതങ്ങനെ പിടിക്കുന്നത്. അല്ലാണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാണ്ട് നാളെ മുതൽ. അപ്പം ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ മെഷീനിൽ ഇരിക്കണില്ല എന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ അമ്പലത്തിൽ പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പൂജിട്ടിയാണ് തിരുമ്പാൻ പോയത് കേട്ടോ, തോട്ടിലേക്ക്. അവിടെ ആ പണി ഉണ്ടായിരുന്നില്ല. ബാക്കി നമ്മൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇതിൽ കാണിക്കാം. ഇനി ഞാൻ കുറച്ച് നേരം എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനൊക്കെ നിൽക്കട്ടെ. അപ്പം ഇനി അടുത്തതിൽ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ കാണാം കേട്ടോ. ഞാൻ പൂജിട്ടി നല്ലൊന്ന് ഉറക്കി. എഡിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എൻ്റെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. എഡിറ്റിംഗ് അല്ല, വോയിസ് ഓവർ കൊടുക്കലും പിന്നെ ഷോർട്സ് എഡിറ്റ് ചെയ്യലും അത് പോസ്റ്റ് ആക്കാൻ എല്ലാം ആക്കി കഴിഞ്ഞിട്ട് അങ്ങോട്ട് കിടന്ന് ഉറങ്ങിയിട്ടാണ് കുറച്ച് നേരം ഉറക്കത്തിൽ പെട്ടു. കുഴപ്പമൊന്നുമില്ല, നമുക്ക് കറി ഇരിക്കുന്നുണ്ട്. ഞങ്ങളൊന്നും ഉണ്ടായിട്ട് ഇപ്പം മീനും ഒന്നും കൊണ്ടുവരുന്നില്ല. നമ്മൾ പറഞ്ഞില്ലേ, ചീര പൂജിട്ടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്കൊരു ഉപ്പേരി ഉണ്ടാക്കാം. പിന്നെ ഉള്ളതെല്ലാം വെച്ചിട്ട് അങ്ങോട്ട് കഴിക്കാൻ വിചാരിച്ചോട്ടോ. ഇന്നിപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോട്ടെ. നാളെ നമുക്ക് എന്താ പറയുക, ഇന്നിപ്പോൾ കുറച്ച് സാധനങ്ങൾ പച്ചക്കറികൾ കഴിഞ്ഞതൊക്കെ ഒന്ന് കുറച്ച് മേടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. കാരണം കുട്ടീനെ പറഞ്ഞാക്കാണെന്ന് വിചാരിച്ചു. ഞങ്ങൾ രണ്ടാളും പോകണില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവനിന്ന് മാച്ചുണ്ട്. അപ്പം ഞങ്ങളെന്നെ പറഞ്ഞിട്ട് വരും ചിലപ്പോൾ. അയ്യോ പോകണടാ. പായസം ഞങ്ങൾ അപ്പോൾ കൊതികൊണ്ട് ഒരു അര ഗ്ലാസ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളേ. പിന്നെ ഒരു സ്പൂണ് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങളൊരു ലേശം കഴിച്ചു. ഇനിയിപ്പോൾ ബാക്കി എടുത്ത് വെക്കണ്ട, കഴിച്ചിട്ട് ഞാൻ ഒട്ടി കുറച്ചുകൂടി തരട്ടെ. ആ എന്നാവാ, അത് നല്ല ടേസ്റ്റ് ഉണ്ടോ. നമ്മുടെ ഇവിടെ അമ്പലത്തിൽ നിന്നും ഗംഭീര ഘോഷയാത്ര കണ്ടു. പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല, പൂജയ്ക്ക് പോരാൻ പറ്റില്ല. പിന്നെ ഏറെക്കുറെ എന്നും എനിക്ക് പോരാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാവും. ഞാനൊരു പീരീഡ്സ് ആവുമെന്നാണ് തോന്നുന്നത്. ആവില്ലെന്നല്ല, പൂജയ്ക്ക് പോരാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞങ്ങളൊന്ന് പോകണില്ല വൈകിട്ട്. അല്ലെങ്കിൽ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ കാണിക്കാറുണ്ടാകും. കുഞ്ഞു കുട്ടികളുടെ വേഷമൊക്കെ കേട്ടിട്ട് ഞങ്ങൾ പണ്ടൊക്കെ ഇവരൊക്കെ നമ്മുടെ കക്കച്ചനയാകുമ്പോൾ എല്ലാ കുട്ടികളെയും ഒരുക്കിയിട്ട് ഇങ്ങനെ ഘോഷയാത്ര പോയായിരുന്നു കേട്ടോ. അതിൻ്റെ പിക്ക് ഇപ്പം അനിയൻ്റെ വയസ്സ് ഫോണിൽ കിട്ടാന്നേ ഉള്ളൂ. കുറേ രാധമാരും കൃഷ്ണൻകുട്ടികൾ കാണാൻ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം ഇത് കുടിച്ചിട്ട് നമുക്ക് ഉപ്പേരി ആക്കിയിട്ട് വേഗം മാവുന്ന ലൈവ് കയറാൻ വേണ്ടിയിട്ട് 3 മണിക്ക് വേഗം നോക്കട്ടെ കേട്ടോ. പാൽപ്പായസമൊക്കെ കുടിച്ചിട്ട് ഇതാ നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ടാണ്. ഉറക്കമല്ല, ഭയങ്കരമായിട്ട് ക്ഷീണമായിരുന്നു കേട്ടോ. എനിക്ക് കയ്യിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല. എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് ഇതിന് നിന്നതാണ്. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം ലൈവിൽ കയറാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എന്തെങ്കിലും തട്ടിക്കൂട്ട് ഫുഡ് അങ്ങോട്ട് റെഡിയാക്കണം തട്ടിക്കൂട്ടിയിട്ട്. എന്താ വെച്ചാൽ ഇന്നിപ്പോൾ ഇറച്ചി മീനൊന്നും നമ്മൾ കൊണ്ടുവരണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചീര വെച്ചിട്ടൊരു തോരനാക്കാം. കടലക്കറി ഇരിക്കുന്നുണ്ട്. നമ്മളിവിടെ എല്ലാവരും കടലക്കറിയൊക്കെ ചോറിൻ്റെ കഴിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ വലിയ പാടൊന്നുമില്ല. അതങ്ങോട്ട് തീരട്ടെ എന്ന് വിചാരിച്ചു. ഇനി ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഇതാ ഉള്ളിയും തക്കാളിയല്ല, ഉള്ളിയും വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ഒന്നിങ്ങോട്ട് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മൂത്ത് വരണ സമയത്ത് നമുക്ക് നമ്മുടെ ചീര തട്ടി കൊടുക്കാം കേട്ടോ. ചെറുള്ളി 2 വെളുത്തുള്ളി 2-3 പച്ചമുളക് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നമ്മുടെ ചീരയും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് ഉപ്പൂടെ ഇട്ടിട്ട് അതങ്ങോട്ട് തട്ടിപ്പൊത്തി അടച്ചങ്ങോട്ട് വെക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കഴുകി വാർന്ന് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ തന്നെ അതങ്ങോട്ട് വെന്തോളും. സിമ്മിലിട്ടിട്ട് അതങ്ങനെ അടച്ച് വെച്ചങ്ങോട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 നാക്ക് നാളികേരം കൂടെ ഇട്ട് കൊടുക്കണം. അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചീരയിൽ. എനിക്ക് അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് ഈ നാളികേരത്തിനകത്ത് കുറച്ച് ചെറിയ ജീരകവും 2 വെളുത്തുള്ളിയും ചെറുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഒതുക്കിയിട്ട് അങ്ങനെ ഇട്ടാലും വേറൊരു ടേസ്റ്റാണ്. ഇപ്പോൾ അതിന് മെനക്കെടണില്ല. നമ്മൾ കുറച്ച് നാളികേരം അങ്ങോട്ട് ചിരകിയിട്ടിട്ടുണ്ട്. പൂജിട്ട് ചിരകി തന്നാണ് കേട്ടോ. കൈവേദന പ്രമാണിച്ച് ഇപ്പം മിക്കതും ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഞാൻ ചിരകാറുള്ളൂ. മിക്കതും എനിക്ക് പൂജിട്ടിയാണ് ചിരകി തരാറ്, അല്ലെങ്കിൽ കണ്ണം കൂട്ടിയിട്ടോ. മിക്കതും പൂജിട്ടിയാണ് ചിരകാറ്. അപ്പോൾ അതാ നമ്മുടെ ചീരത്തോരനും ആയിട്ടുണ്ട്. ഇനി വേഗം നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കാം. ഞാൻ ലൈവിൽ കയറിയതിന് ശേഷമാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. ആർക്കും പായസമൊക്കെ കുടിച്ചിട്ട് വിശക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി മാമുണ്ണാൻ വേണ്ടി നിൽക്കുന്നത് കേട്ടോ. അതെ, സൈഡിൽ വെച്ചിരോ? സൈഡില
കറി കുറച്ചുണ്ടെങ്കിൽ മുകളിൽ വെച്ചോളൂ. ബാക്കി വേണ്ട. ഇന്ന് നമുക്ക് സിമ്പിൾ ഊണാണ് കേട്ടോ. ഉള്ളത് വെച്ചിട്ടൊരു തട്ടിക്കൂട്ട് ഇന്ന് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. ഇതാ കടലക്കറിയാണ് കറിയായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ എന്താണ് പിന്നെ ചീര തോരനുണ്ട്, അങ്ങനെ മാങ്ങ ഉപ്പിലിട്ടതുണ്ട്, ചീരമുളകൊക്കെ ഇട്ടിട്ട്. ഇത് കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണെന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. ഇറച്ചി മീനൊന്നും ഇല്ലെങ്കിലും സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. എന്ന് ഇറച്ചി മീനൊക്കെ ഉണ്ടാവും, ഇല്ലാത്ത ദിവസം ഉള്ള പോലെ നമ്മൾ ആർമാദിച്ച് അങ്ങോട്ട് കഴിച്ച് അങ്ങോട്ട് പോകുകയെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും പൂജിട്ടും കൂടെ കാര്യമൊക്കെ പറഞ്ഞിരുന്ന് ഫുഡ് കഴിക്കാൻ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ക്ലീനിങ്ങും പരിപാടിയും കൂടെ ഉണ്ട്. ഈ ലിപ്സ്റ്റിക്കില്ലേ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട് ക്യാമറയിൽ കാണുമ്പോൾ നല്ല ബ്രൈറ്റാണ് കേട്ടോ. ഫ്രണ്ട് ക്യാമറയിലല്ല, ബാക്ക് ക്യാമറയിൽ. ഫ്രണ്ട് ക്യാമറയിൽ കാണുമ്പോൾ കറക്റ്റ് കളറാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ കാണുമ്പോഴാണോ അയ്യോ ഇത് എന്തോ ഒരു കളറാണെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇത്രയും കളറൊന്നും ഇല്ല കേട്ടോ. ക്യാമറയിൽ കാണുമ്പോഴാണ് ഇത്രയും കളർ. അങ്ങനെ നമ്മുടെ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞ് ലോങ് വീഡിയോയുടെ എഡിറ്റിങ്ങും പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് ഞാൻ വേഗം ഒരു 5 മണി 5:15 ആയപ്പോഴേക്കും നമ്മുടെ ടെറസില്ലേ വാർപ്പിൻ്റെ മേലെ അവിടെ ഒന്ന് അടിച്ചോരി ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി ഇങ്ങനെ വിചാരിക്കുന്നു. കയറുന്ന സമയത്തൊക്കെ നട്ടപ്പുറ വെയിലായിരിക്കും കേട്ടോ. ഇന്നും നല്ല നട്ടപ്പുറ വെയില. എന്തായാലും വേണ്ടില്ല, ഏതായാലും കയറിയതല്ലേ, നമുക്ക് ഇവിടെ ഒന്നുകൊണ്ട് ഒതുക്കി വെച്ച് അടിച്ച് വാരിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇങ്ങോട്ട് വൃത്തിയായിക്കോളും. മറ്റേത് നല്ലോണം ഈ ചപ്പും ചമ്മലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതങ്ങനെ അവിടെ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അലമ്പാവും. വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ടൊക്കെ ഒന്ന് കാര്യം പറഞ്ഞിരിക്കാൻ വേണ്ടി നല്ല രസമാണ് ഇവിടെ. അതുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതെപ്പോഴും വിചാരിക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും വിളക്കൊക്കെ വെച്ചിട്ട് മേലെഴുകൽ കഴിഞ്ഞിട്ടുണ്ടാവും, പിന്നെ ഓർമ്മ ഉണ്ടാവുക. അപ്പം നീ നാളെ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും നമ്മളിവിടെ വന്നിട്ട് 1 മാസം ആവാറായി. ഇനി ഇങ്ങനെ ഇടുന്നത് മോശമല്ലേ, നമ്മൾ നിൽക്കുന്ന എല്ലാ ഭാഗങ്ങളും പറ്റണ പോലെ വൃത്തിയാക്കി എന്നുള്ളതാണ് കേട്ടോ. അത് വൃത്തിയും മെനയും കൂടെ ഉള്ള വീടാണെങ്കിൽ നമുക്ക് ആക്കിയിടാൻ വേണ്ടി കുറച്ചും കൂടെ രസമാണ്. പിന്നെ പറഞ്ഞ പോലെ വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ ആ വൃത്തിയിൽ നിൽക്കുകയും ചെയ്യും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ചെയ്യാനും ഒരു രസമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മേലത്തെ പൊടികളും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വാരി കോരി ഇടുകയാണ് കേട്ടോ. ഇനി ഇവിടെ നമുക്ക് പായ വിരിച്ച് കിടക്കുകയെ കാര്യം പറഞ്ഞിരിക്കുകയെ ചായ കുടിക്കാൻ വരിക എന്നൊക്കെ ചെയ്യാം. ഇത് നമ്മുടെ ബക്കറ്റും കാര്യങ്ങളൊക്കെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ വേണ്ടാത്ത കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റൂല, എന്നാൽ ഇപ്പോൾ ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അതിൽ ആക്കിയിട്ട് ഞാനിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു ടാർപ്പായ കിട്ടിയിട്ട് വെളിച്ചം കിട്ടണം, എന്നാൽ പിന്നെ ഇതൊന്നും നാശമാവില്ലല്ലോ വെയിലൊക്കെ കൊണ്ടിട്ട്. ഇപ്പം തൽക്കാലം അതൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാൻ വേണ്ടിയ നല്ല രസം അതുകൊണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു റാക്കല്ലേ, ഇതും എനിക്ക് കളയാൻ വേണ്ടി തോന്നുന്നില്ല. എന്താ വെച്ചാൽ നല്ലതാണ് കേട്ടോ. നമുക്കൊരു റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പം ഞാൻ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനത്തേൽ ചുമരിൽ ഇങ്ങനെ സ്ക്രൂ കയറ്റിയിട്ട് അങ്ങനെ വെച്ചിട്ട് അതിലാണ് മടക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുകൊണ്ട് പിന്നെ അത് നാശമാക്കാതെ അവിടെ ഇട്ടിട്ടുണ്ട്. ഒരെണ്ണം നമ്മൾ താഴെ ബാക്കിൽ നമ്മുടെ അടുക്കളല്ലേ അതിൻ്റെ ബാക്ക് വശത്ത് ഇങ്ങനെ സ്ക്രൂ വെച്ചിട്ടുണ്ട്. അവിടെ ഞാൻ ബക്കറ്റും കാര്യങ്ങളും ചൂലും മോപ്പൊക്കെ ആയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ ഒന്ന് പെൻഡിങ് ഉള്ളത് അങ്ങനെ ഇരിക്കട്ടെ. അത് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെക്കണം. ഇനിയിപ്പോൾ അതിനൊന്നും നേരമില്ല. അതുകൊണ്ട് അതൊക്കെ അവിടെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലായിടവും നമ്മൾ വൃത്തിയാക്കണ പോലെയാണ്. എല്ലായിടത്തും നമ്മുടെ കയ്യെത്തി വൃത്തിയാക്കണ പോലെ ഇരിക്കും. എല്ലാ സ്ഥലത്തും ടെറസാണ് അങ്ങനെ കിടന്നോട്ടെ എന്ന് വെച്ചിരിക്കുമ്പോൾ നമുക്കൊന്ന് വന്നിരിക്കുമ്പോഴാണ് നമുക്ക് അയ്യോ ഇതൊന്ന് ശരിയാക്കിയിരുന്നെങ്കിൽ ആരെങ്കിലൊക്കെ വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കൊന്ന് കാര്യം പറഞ്ഞിരിക്കാനൊക്കെ നല്ലതാണ്. വൈകുന്നേരം ഒരു 6-6:30 സമയത്തൊക്കെ ഇവിടെ വന്നിരിക്കാൻ വേണ്ടി നല്ല സുഖമാണ്. കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. ഞാനും പൂജിക്കും ചില സമയങ്ങളിലൊക്കെ കാപ്പിയൊക്കെ എടുത്ത് ഇവിടെ വന്നിരിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇനി നമുക്കിവിടെ വേഗം ഇവിടെ അടിച്ച് വാരി വൃത്തിയാക്കി ഇട്ടിട്ട് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് മേലെ കഴുകുക. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് 2 ആൾക്കും വിളക്ക് വയ്ക്കാൻ വേണ്ടി പറ്റില്ല. എന്താ വെച്ചാൽ 2 ആളും പീരീഡ്സിൻ്റെ സമയമാണ്. പൂജിറ്റിക്ക് കഴിയാറായിട്ടുണ്ട്, എൻ്റെ തുടക്കമാണ്. അതുകൊണ്ട് എനിക്ക് ഇന്നില്ലാത്ത കേടും വലച്ചിലും ഉണ്ടാവില്ല. എനിക്ക് ആ 2 ദിവസം ഭയങ്കര പാടാണ് കേട്ടോ. ആ ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ ഉക്കിൽ ചെയ്യണ പരിപാടികളാണ് ഇതൊക്കെ. കുറച്ച് കഴിഞ്ഞാൽ എന്താവും, വയ്യാതെയോ കിടപ്പിലാവോ ഒന്നും അറിയില്ല. ക്ഷീണവും കാര്യങ്ങളും വയ്യായും കേടുകളൊക്കെ അതിൻ്റെ വഴിക്കുണ്ട്. പക്ഷെ അതൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇരിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. എന്താ വെച്ചാൽ ഇത് എന്നുണ്ടാവും ക്ഷീണം വലച്ചിലും കേടും വയ്യായൊക്കെ ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാവും. അതൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ അമ്മയും ഷാജേട്ടനും എല്ലാവരും പറയൂട്ടോ ഒന്ന് ഒതുങ്ങിയിരിക്കുക, വയ്യെങ്കിൽ അവനാൻ്റെ പാട് നോക്കി ഒന്ന് ഒതുങ്ങിയിരിക്കുക, ചെയ്യാണ്ടിരിക്കുക, പിടിക്കാണ്ടിരിക്കുക എന്നൊക്കെ. എന്ത് ചെയ്യാണ്ടിരുന്നാലും ഈ വയ്യായും കേടും നമുക്കുണ്ടാവും. അത് പിന്നെ അതൊരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരണതാണ്. അതൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി മേലെഴുകലൊക്കെ കഴിഞ്ഞ് നമ്മളിനി കഴിക്കാൻ വേണ്ടിയിട്ട് തണ്ണിമത്തം കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നെയ് മീറ്റിംഗ് ചലഞ്ചിന് കൊണ്ടുവരണയാണ് കേട്ടോ. അത് ഇത്രയൊന്നും വേണ്ട. അപ്പോൾ അതൊന്നൊരു 2-3 കഷ്ണം എടുത്തിട്ട് ഞാനും പൂച്ചൂട്ടിയുടെ കഴിക്കാൻ വിചാരിച്ചു. കണ്ണൻകുട്ടിക്ക് ഇതിനകത്തുണ്ട്, അവൻ വന്നിട്ട് കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഉമ്മർത്തിരുന്ന് കാര്യം പറഞ്ഞിരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് വലിയ ഫീൽ നല്ല രസമാണ്. എന്താ വെച്ചാൽ കുട്ടികൾക്ക് നമ്മളോട് പറയാനുള്ളത് മൊത്തം അവർക്ക് പറയാനും ഒരു സമയം ഉണ്ടാവും, എനിക്ക് അവരോട് പറയാനും ഒരു ഗ്യാപ്പ് ഉണ്ടാവും. മറ്റേത് നമുക്ക് സമയം കിട്ടില്ല അവരോട് സംസാരിക്കാനും ഇരിക്കാനും ഒക്കെ. അപ്പോൾ ഞങ്ങൾക്ക് സമയം കിട്ടുന്ന സമയങ്ങളാണ് ഇതൊക്കെ കേട്ടോ. പിന്നെ
ഞങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എപ്പോൾ നോക്കിയാലും കലപില പറിച്ചില്ല പണി. അതുകൊണ്ട് പിന്നെ നമുക്ക് പിള്ളേരോട് സംസാരിക്കാൻ സമയം കിട്ടാത്ത പാടൊന്നുമില്ല. അവിടെ കണ്ണൻകുട്ടീനാണ് കിട്ടാത്തത്. അവനിപ്പോൾ ഒന്ന് പിടിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ്സാണ്. അതുകൊണ്ട് അവൻ്റെ പോക്കും കളികളൊക്കെ ഒന്ന് സ്ട്രിക്റ്റ് ആക്കേണ്ട സമയമായിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒന്ന് പിടിക്കണം. എന്താ വെച്ചാൽ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയുടെ അയ്യര് കളിയിൽ നടക്കുന്ന ആളാണ് കേട്ടോ അവൻ. ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിപ്പോൾ ഈ ഒരു പ്രായം എല്ലാവരും അങ്ങനെ തന്നെയാണ്. എന്നാലും നമ്മൾ പിടിക്കേണ്ടത് നമ്മൾ തന്നെ പിടിക്കണമല്ലോ. അതുകൊണ്ട് അവനോട് പറഞ്ഞിട്ടുണ്ട്, ഇനി നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ആൾ. അപ്പോൾ എന്താ വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് നോക്കാം. ഇങ്ങനെ പൂട്ടി കെട്ടിയിട്ടിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ട് അതും കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഞാനും പൂച്ചിട്ടുങ്ങളും കാര്യമൊക്കെ പറഞ്ഞ് തണ്ണിമത്തനൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സമയത്ത് ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ്. ഈ സമയത്ത് നമ്മുടെ തോടിൻ്റെ അവിടെ പോയിരിക്കാൻ വേണ്ടി രസമാണ്. പക്ഷേ ഇപ്പോൾ ഒക്കെ നല്ല കുട്ടികളും ബഹളമൊക്കെ ആയിട്ട് അവരവിടെ കുളിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ പോയിരിക്കുമ്പോൾ ബുദ്ധിമുട്ടല്ല, അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തിരുമ്പാൻ ഈ സമയത്ത് നമ്മൾ പോയിട്ടില്ല. എന്താ വെച്ചാൽ രാവിലെ നമ്മുടെ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ചെടിക്കൂട്ടന്മാർക്ക് വെള്ളമൊന്നും കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. എന്തായാലും ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് അവർക്കും കൂടെ കൊടുക്കാം, നമ്മുടെ വയറ് മാത്രം നിറഞ്ഞാൽ പോരല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അവർക്കും കൂടെ ഈ ചൂട് കാരണം ഭയങ്കര ചൂടല്ലേ, വെയിലല്ലേ. അപ്പോൾ ഇങ്ങനെ വാടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അയ്യോടാ അന്ന് വെള്ളം നനച്ചിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്ന്. വിളക്ക് വയ്ക്കാൻ എന്തായാലും രണ്ടാൾക്ക് പറ്റില്ല. കടൻകുട്ടി വന്നിട്ട് വേണം ഇനി വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും വെള്ളമൊക്കെ കൊടുത്തു. ഇന്നത്തെ കുഞ്ഞൊരു വ്ളോഗ്, കുഞ്ഞതല്ല ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം എന്നും ഞാൻ പറയാറുണ്ട്. നിങ്ങൾ കേൾക്കാറില്ല, എന്നാലും ഞാൻ പറയുകയാണ് കേട്ടോ. പിന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കണവരൊന്ന് ഹൈപ്പും കൂടെ ചെയ്യണേ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ നമ്മുടെ ലൈവ് ഉണ്ട്, എല്ലാവരും മറക്കരുത് വരണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.